അന്ന് ഒത്തിരി പേര് ആക്ഷേപിക്കുകയും പല കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എനിക്കതെല്ലാം ഗുണമായി തീർന്നു. ഗുണമായി തീർന്നു. ഗുണമായി. രോഗം മുടക്കുകയല്ല. ഇപ്പോഴും ഓർക്കുന്ന ഒരു യോഗത്തിന് പോകാൻ 10 രൂപ ഇല്ല, വണ്ടിക്കൂലി. അയ്യോ, ഞാൻ വിവരിക്കുന്നില്ല. ഞാനത് പറഞ്ഞവർക്ക് പുള്ളി പയ്യ അത് വേണ്ട, അതുകൊണ്ട് പറയുന്നത് ദൈവത്തിന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഞാനത് പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പറഞ്ഞാൽ വേറെ രീതി ചിത്രീകരിക്കും. അതുകൊണ്ട് ഞാൻ അതിനിപ്പം മുതിരുന്നില്ല. ദൈവത്തിന് മഹത്വം. നീ ആത്മീകത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൊ എവിടെ പീഡ വർദ്ധിക്കും അവിടെ. പിന്നെ പോകുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഒരു കാര്യവും ക്രമീകരിച്ചിട്ടില്ല. വീട്ടിൽ പ്രശ്നമാണ്. അപ്പം ഞാൻ പോകാനൊന്ന് തീരുമാനിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം എന്തെങ്കിലും സാധനം കൊണ്ട് പെട്ടി വേണമല്ലോ. അപ്പം ഒരാളൊരു പഴയ പെട്ടി തന്നു. വലിയ ആശ്വാസമാണ്. പഴയ പെട്ടി എന്നാലും കിട്ടി. ആ പെട്ടിയുടെ കാര്യം താഴോട്ട് വെച്ചപ്പോൾ തന്നെ തുറന്നോളൂ. ഇപ്പോഴും ഓർക്കുന്നു, ഇത് പുറമെ കറുത്ത റബ്ബർ ബാൻഡ് ഇട്ട്. പക്ഷെ വലിയ അനുഗ്രഹമാണ് കേട്ടോ. അന്നിരുന്ന തങ്കച്ചൻ പാസ്റ്റർ ഇപ്പോൾ ഓർക്കുന്നു 10 ബുക്ക് മേടിച്ചു തന്നു. നോട്ടെടുക്കാം. മോളി ആൻറ്റി ഒരു കുപ്പി എണ്ണ മേടിച്ചു തന്നു, തലയെ പുരട്ട. ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ആ എണ്ണ ഞങ്ങൾ തീർന്നു. പിന്നെ അന്നേരം പിന്നെ എണ്ണ മേടിക്കാൻ പിന്നെ ഒത്തില്ല. പിന്നെ ഇന്ന് വരെ എണ്ണ തേച്ചിട്ടുമില്ല. ഇപ്പൊ എണ്ണ തേക്കാനൊക്കെ സാഹചര്യമുണ്ട്. ഇപ്പം എണ്ണക്കേടൊന്നും. ഇന്നാളെ ഒരാൾ പറഞ്ഞ് അങ്ങനെ എണ്ണ തേക്കാതെ ഇരുന്നാൽ ഇളകുമെന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പം 10-35 കൊല്ലമായി. ഞാനിപ്പം 3-4 ദിവസമായി വീട്ടിൽ. എനിക്ക് അങ്ങനെ ഇളക്കമുള്ളതായിട്ട് സത്യം പറഞ്ഞാൽ അതാണ്. അല്ല, 3-4 ദിവസമായിട്ട് അവിടെ താമസിക്കല്ലേ. ഇനി അവർ പറയും ഈ പുള്ളിക്ക് ഇച്ചിരി ഇളക്കം ഉണ്ടെന്നാ. അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പം ഈ പോകുന്ന സമയത്ത് എൻ്റെ ഈ പൈസയൊന്നുമില്ല. എന്തായാലും പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ പ്രശ്നം ആരും വന്ന് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ഞാൻ തന്നെ ഈ ബുക്കും ഇതുമൊക്കെ വെച്ച പെട്ടി എടുത്തുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിറങ്ങി. എനിക്കന്ന് 10-15 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പറഞ്ഞില്ല, 10ാം ക്ലാസ് ജയിച്ചതല്ല. നിങ്ങൾ കണക്ക് കൂട്ടുക. നമ്മൾ കണക്ക് കൂട്ടാൻ മിടുക്കരാണ്. അപ്പം ഇതാണ് അപ്പം പോരാട്ട പ്രശ്നമുണ്ട്. അപ്പം ഇറങ്ങി കൈ പൈസ. അപ്പം ഞാൻ ജെട്ടിയിട്ട് അവിടെ ബോട്ട് കിട്ടും. അവിടെ ഒരാളോട് ഇച്ചിരി പൈസ മേടിക്കാം. ചിലപ്പോൾ പുള്ളി കട അടിച്ച് വെച്ച് പോയി. പെമ്പള വീട്ടിൽ നോക്കി നിൽക്കുമ്പോൾ ബോട്ട് വരുന്നു. അപ്പം അപ്പുറത്തെ ഒരു ജെട്ടിയുണ്ട്, ലിസ്യു. പിന്നെ അടുത്ത ജെട്ടി CMS ജെട്ടി. അവിടെ നിന്നാണ് ഞാൻ കയറുന്നത്. ബോട്ട് വരുന്നത്. ആ ബോട്ട് പോയാൽ പിന്നെ ഉടനെ ബോട്ടും ഇല്ല. അയ്യോ, ഭാരപ്പെട്ടു. ബോട്ട് വരികയും ചെയ്യുന്നു. സമയപ്പെട്ടതാണ്. ബൈസ്കൂളിൽ പോവാല്ലേ? ഞാൻ പറഞ്ഞു ബൈസ്കൂളിൽ പോകും. ദൈവം അനുഗ്രഹിക്കും. ഇത്രയും പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മാമ്മ എങ്ങോട്ട് പോകും? ഞാൻ പീടികയിലോട്ട് പോവാം, സാധനം മേടിക്കാം. പ്രാർത്ഥിച്ചോളാം, പോകും. പുള്ളിക്കാരി അങ്ങ് നടന്നു. ബോട്ട് അടുക്കാറ്. അപ്പം കുറച്ചങ്ങോട്ട് നടന്നു വെച്ച് പുള്ളിക്കാരി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ നടന്നിട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുന്ന 50 രൂപ ഇരുന്നോട്ടം. 50 രൂപ ഇരുന്നോട്ടം. ഈ 50 രൂപ കിട്ടിയപ്പോൾ നടങ്ങി. ഓട്ടോ പിടിച്ചാൽ കാശ് വേറെ കൊടുക്കണം. നടന്നു. ബോട്ട് കെട്ടി 1-1.5-2 കിലോമീറ്റർ നടക്കണം. സ്റ്റാൻഡ് വന്നു. അപ്പം ആ പഴയ സ്റ്റാൻഡ് ഇവിടെ വന്ന് പായി പല കാര്യമില്ല. അപ്പം ഞാൻ ബുദ്ധിയോടെ ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു. എനിക്ക് അന്ന് 42 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നു, കൃത്യം ഓർക്കുന്നില്ല. ബെഡ്ഷീറ്റ് മേടിച്ചു. എന്നിട്ടൊരു ബസ്സിൽ കയറി ഞാലിയാകുടി പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ നടത്തുന്ന ടാബർനാക്കിൾ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ചെന്നിറങ്ങി. നല്ല ക്ഷീണം. ഒരു വെള്ളവും കുടിച്ചു. അപ്പം അങ്ങനെ ബൈബിൾ സ്കൂളിൽ ചെല്ലുന്നു. ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ 75 പൈസ എങ്ങാണ്ടോ.
പായ തലയണയൊന്നും അന്നില്ലല്ലോ. അപ്പൊ ഈ കൂടുതൽ സമയം പ്രാർത്ഥിക്കും. എന്നിട്ട് അത് ഉറക്കം അധികം ഇല്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ അധികം ഉറക്കം. അതിനൊന്നാളുകൾ പറഞ്ഞു ഇത് മിക്കവാറും പ്രശ്നമാകുമെന്ന്. അപ്പൊ ഞാൻ ഈ ഷീറ്റിന്റെ ഒരു ഭാഗം വിരിക്കും, ഒരു ഭാഗം കൊണ്ട് പുതയ്ക്കും. ഒത്തിരി നേരം കിടക്കത്തില്ല, കാരണം കൂടുതൽ പ്രാർത്ഥിക്കും. എനിക്കൊരു കൂട്ടു സഹോദരൻ ഉണ്ടായിരുന്നു, മോഹനനാർ പോളം. അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ്. വലിയ പ്രതികൂലത്തിലാണ്, ഞങ്ങൾ വലിയ കൂട്ടാണ്. അപ്പം ഞാനും മോഹനോട് പറഞ്ഞു, മോഹന എനിക്കും പ്രശ്നമാണ്, പുള്ളിക്കും പ്രതികൂലമാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരന്മാരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ താഴെ ഒരു റൂമുണ്ട്, അതിന് കഥകൊന്നുമില്ല, ഈ കച്ചടയൊക്കെ കൊണ്ടിട്ടേക്കുന്നതാണ്, വാതിലില്ല, അതും ഇതെല്ലാം കൊണ്ടിട്ടേക്ക്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രാത്രി ഏറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. ആദ്യം ഞങ്ങൾ രണ്ടുപേരോടാണ് പ്രാർത്ഥിച്ചു, പിന്നെ ഒടുവിൽ അനേക സഹോദരന്മാർ വന്ന് പ്രാർത്ഥിച്ചു. അതെല്ലാം ഗുണമായെന്നായി പറഞ്ഞു. അവിടെ എപ്പോ ഉപവാസം വെച്ചാലും ഞങ്ങൾ ഉപവസിക്കുകയും ചെയ്യും. കുഞ്ഞോറാച്ചൻ ചിലപ്പോൾ 7, 10, 21 ഒക്കെ ഉപവസിക്കും. ഞാനാണെങ്കിലും ഹൈസ്കൂളിൽ പഠിച്ച മിക്ക ദിവസവും ഉപവസിക്കും. അതെല്ലാം ഗുണമായി തീർന്നു. നാം ദൈവസന്നിധി ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്തോത്രം ഇങ്ങനെ ജാഗരിക്കുന്നതൊന്നും നഷ്ടമല്ല. കർത്താവ് വരാൻ താമസിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ആ ഭാഗം അങ്ങ് വിടുക. എവിടെ പീഡ വർദ്ധിക്കും അവിടെ സഭ വർദ്ധിക്കും. അവരെ പീഡിപ്പിക്കുന്നതോറും വായിച്ച പീഡിപ്പിക്കുന്നതോറും ജനം പെരുകി. പീഡിപ്പിക്കുമ്പോഴാണ് ജനം പെരുകുന്നത്. ഇവര് ആദ്യം അധികം ആളില്ലായിരുന്നു. അതല്ലേ യാക്കോബ് പറഞ്ഞത്, ചുരുക്കമാണ്, ഞാൻ ആൾ ചുരുക്കമുള്ളവനാണ്. അധികം ആളില്ലായിരുന്നു, അധികം ആളില്ല. നിങ്ങളാണ്ട ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലാ കിടക്കുന്നത്. 30-ാം വാക്യം അങ്ങ് വായിച്ചോ. അപ്പോൾ യാക്കോബ് ശിമിയോനോട് ലേവിയോട് പറഞ്ഞത്, ഈ ദേശനിവാസികളാണ് കനാന്യരെയും ദേശത്തെയും മധ്യേ നിങ്ങൾ എന്നെ നാട്ടിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. അടുത്ത പദം, ഞാൻ ആള് ചുരുക്കമുള്ളവനാണ്. ഇവര് കുറച്ചു പേരെ ഉള്ളത്, ആള് ചുരുക്കമാണ്. പക്ഷെ പ്രവർത്തകരുടെ പുസ്തകത്തിൽ വായിച്ചത് ഇവരെ ദൈവം വർദ്ധിപ്പിച്ചു. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറഞ്ഞ, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രമാണത്തോടെ നിന്നാൽ ഈ സഭയെ ദൈവം വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിക്കും. വചനത്തിൽ കൂടെ ആയതുകൊണ്ട് പറയാൻ വർദ്ധിപ്പിക്കും. യാക്കോബ് പറയാ, ഞാൻ ആൾ ചുരുക്കമുള്ളവനാ. അല്ല, അങ്ങനെയാണല്ലോ പുസ്തകത്തിൽ വായിക്കുന്ന 105-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചത്. 105-ന്റെ 12. അവരന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആള് ചുരുങ്ങി എന്ന് പറഞ്ഞ ആള് ചുരുങ്ങിയെന്നല്ല, ആളാ ബെർലയിൽ എണ്ണാവുന്ന ആളെ ഉള്ളെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവരന്ന് എണ്ണത്തിൽ കുറഞ്ഞവരാ. സ്തോത്രം, കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ ഈ മുൻകാല കാര്യമൊക്കെ ഒന്ന് ഓർക്കണം. നേരത്തെ എങ്ങനെയായിരുന്നെന്ന്. നേരത്തെ എണ്ണത്തിൽ അവരെന്ത് എണ്ണത്തിൽ വായിച്ചേ. അയ്യോ, അതെല്ലാം മറച്ചു പോകും. അവിടെ പരദേശികളായിരുന്നു. അവിടെ ദൈവം നിന്നെ വർദ്ധിപ്പിച്ചത്. നിന്നെ ദൈവം വർദ്ധിപ്പിച്ച വിധങ്ങളും വഴികളും മറക്കരുതെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആവർത്തനത്തിൽ ദൈവാലയത്തിൽ വന്നേച്ച് പറയേണ്ട കാര്യമുണ്ട്. ദൈവാലയത്തിൽ വന്നേച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് മാത്രം നടത്തി വെച്ച് പോവുകയല്ല. അവിടെ നിന്ന് ചില കാര്യമൊക്കെ ഒന്ന് ഓർക്കണം. ഓർക്കേണ്ടത് എന്നാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, നിന്റെ അപ്പൻ ഒരു അരാമ്യനാണെന്ന് നീ ഓർക്കണം. ഇവിടെ വന്നു കഴിഞ്ഞ് പുൽപ്പിറ്റേ കയറി ഞാൻ എന്നെയാ പറയുന്നത്. നിന്റെ അപ്പൻ ഒരു അരാമ്യനായിരുന്നു, ദേശാന്തരിയായിരുന്നു. അങ്ങനെ നിന്റെ അപ്പനും നീ എല്ലാം കൂടെ മിസ്രൈമിൽ ഇറങ്ങിച്ചെന്ന്. മിസ്രൈമിൽ കയറിയെന്നല്ല, ഇറങ്ങിച്ചെന്നു. താഴ്ച. പക്ഷെ അതെന്നെ ബലവും വലിപ്പവും പെരുപ്പമുള്ള ജാതിയാക്കുകയും വർദ്ധിപ്പിച്ചു. നിങ്ങളാണ് ആ വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 26-5 ആണോ? ഒന്ന് വായിക്കേ.
അത് തന്നെ. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത്, നീ ദൈവസന്നിധി വരുമ്പോൾ ആളുകളെ ചിന്തിക്കാനല്ല, ഞാൻ വലിയ പ്രൗഢിയും പത്രാസും ഉള്ളവനാണെന്ന് ചിന്തിക്കാനല്ല, നീ പ്രസ്താവിക്കേണ്ട കാര്യമായിരിക്കും. എന്റെ പിതാവ് ദേശാന്തരിയായ ഉറക്കെ വായിച്ച സഹോദരി മൈക്കുണ്ടായിട്ടാണ് വായിക്കുന്നത്. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാണ്? എന്റെ പിതാവ് ദേശാന്തരിയായ നിന്റെ പിതാവ് ആരാണെന്ന് ചിന്തിക്കണേ. ദൈവസന്നിധി വരുമ്പോ മക്കളോട് കൊച്ചുമക്കളോട് പറയാം, നിങ്ങളുടെ വല്യപ്പനെ പണ്ടേ ചുട്ടിത്തോർത്ത് കൊടുത്ത തൊപ്പിപ്പാളം വെച്ച് കൂന്താലിയായിട്ട് നടന്ന കാര്യം മറക്കരുത്. ഇപ്പൊ ഇവിടെ വന്ന് ചൈവൊക്കെ കെട്ടി കോട്ട ഊരികളയൊന്നും വേണ്ട കേട്ടോ. ഉണർവ് കയറിയാടുത്ത് കുറച്ച് ഊരോട്ടൊന്നും കളയണ്ട, കാശ് കൊടുത്ത് മേടിച്ചല്ലേ. നീ ദൈവസന്നിധി വരുമ്പോൾ ഇതൊക്കെ ഓർക്കണമെന്ന്. വല്യപ്പന്റെ അപ്പം എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും മിക്കവരും അന്ന് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഇപ്പൊ കൊച്ചുങ്ങൾക്ക് എന്തെല്ലാം കഴിക്കാൻ? ഓരോരുത്തൻ പറഞ്ഞു ചിക്കൻ്റെ സ്റ്റിക്ക്, ചിക്കൻ സ്റ്റിക്ക്, അങ്ങനല്ലേ മറ്റേ പറയുന്നത്. അതും ഇപ്പം വലിയ തൃപ്തി. അതിന് നല്ല കാര്യമാണ്. സ്തോത്രം. പണ്ടത്തൊക്കെ ഒന്ന് ഓർക്കണേ, അപ്പനും വല്യപ്പനും ഒക്കെ കഷ്ടപ്പെട്ടതേ. നിന്റെ അപ്പൻ ഒന്നുകൂടെ വായിച്ച നിന്റെ എന്റെ പിതാവ് ദേശാന്തരിയായ അരാമ്യനായി. അതൊക്കെ ഓർക്കണം. നിന്റെ പിതാവ് ആരായിരുന്നെ? നിന്റെ വല്യപ്പന് നല്ലൊരു ഷർട്ട് ഇടാൻ തോന്നിച്ചിട്ടുണ്ട്. ആകെയുള്ളവര് ചുട്ടിത്തോർത്തായിരുന്നു. ഇപ്പൊ നമുക്ക് ഷർട്ടൊന്നും അങ്ങോട്ട് ബോധിക്കുന്നില്ല. അതേതാ? അത് വായന ഇതേതാ? അത് പാൻ അമേരിക്ക. ഓ ഇതേതാ? അത് ലൂയിസ് ഫിലിപ്പ്. അങ്ങനല്ലേ പേര്? ഞാനിത് ഓർത്തൊപ്പിച്ചത്. എന്നിട്ടും ബോധിക്കുന്നില്ലല്ലോ. ഈ വിലയേറിയത് ധരിച്ചിട്ടും തൃപ്തിയോടല്ലോ വന്നിരിക്കുന്നതാണോ? നെഞ്ചത്ത് കൈവച്ച് പറ. എന്നിട്ട് പറഞ്ഞ ഓ ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിനിയും പോകുമ്പോ തോമാച്ചാനോട് അമ്മാമ്മ പറഞ്ഞോന്നല്ല ഞാൻ പറഞ്ഞെങ്കിൽ പറഞ്ഞു. അല്ല, നമുക്ക് തൃപ്തി വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ? പക്ഷെ പഴയതൊക്കെ ഒന്ന് ഓർക്കണേ. പഴയതൊക്കെ ഒന്ന് ഓർക്കണം. ദൈവസന്നിധി വരുമ്പോഴേ നിന്റെ അപ്പൻ ആരായിരുന്നെന്നും അവൻ ആരാമ്യനായിരുന്നെന്നും അവൻ ദേശാന്തരിയായിരുന്നെന്നും അവിടുന്ന് ദൈവം നിന്നെ വർദ്ധിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നെന്ന് നീ മറക്കരുത്. ചിലക്ക് ഈ പഴയ കാര്യം പറയുന്നത് ഇപ്പൊ ചീച്ചിയാ. ചിലക്ക് അത് ഇപ്പോഴത്തെ ഇരിപ്പം പ്രൗഢിയും പത്രാസും കണ്ടാൽ വൈഡം പോലും തോറ്റുപോകും. ഇരിപ്പ് കണ്ട കന്നഡയുടെ അനിയനാണെന്ന് പറഞ്ഞ പഴയതൊന്നും മറക്കരുത്. ഇപ്പൊ ചെല്ലു പറയത്തില്ലേ ഫാസ്റ്റ് ഡാഡി എല്ലാ ഫുഡും യൂസ് ചെയ്യൽ. ഒരു ഇംഗ്ലീഷ് എടുക്കട്ടെ, യൂസ് ചെയ്യൽ. പിന്നെന്തുവാ ഡാഡി മട്ടൻ മാത്രമേ. ഇവൻ നാട്ടിൽ വെച്ച് കുട്ടൻ ചുട്ടു തിന്നവനാണ്. കുട്ടനെന്ന് പറയുന്ന ഒരു മീനുണ്ട്. കണ്ടിട്ടുണ്ടോ കുട്ടൻ? കുട്ടനെ ചുട്ടു കറി വെച്ചു അല്ല, കുട്ടനെ ചുട്ടു തിന്നവൻ ഇപ്പം USA വന്നിച്ച് മട്ടൻ മാത്രമേ. മട്ടൻ കഴിച്ചോ, പക്ഷെ കുട്ടന്റെ കാര്യം മറക്കരുത്. അല്ല, പുള്ളിയുടെ ചേട്ടൻ കുട്ടച്ചനെ പറയാൻ ഉള്ളത് കൊണ്ടാ പറയാൻ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ പഴയത് മറക്കരുത്. പഴയത് മറക്കരുത്. ഇപ്പോഴത് അനുഭവിച്ചോ? ഇത് അനുഭവിക്കുമ്പോഴെല്ലാം നരകനോട് ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രൈസ് ദി ലോർഡ്.
ദൈവത്തെ സ്തുതിച്ചു വേണം ഇതിനെ അനുഭവിക്കാൻ, മറക്കരുത്. സ്തോത്രം, സ്തോത്രം. ആഴ്ചയിൽ നമ്മെയോ താതരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോ മരിച്ചല്ലോ, വൈരികിൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ, ധൈര്യമാനാമോ പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ ദയായെന്നു ഉള്ളത്, താൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. എന്നെ കാണിക്കുന്ന പ്രിയരെ, ദൈവം നടത്തിയ വിധമൊന്നും അവൻ മറന്നു പോകരുത്. ഓരോ ദിവസം ഓരോ നിമിഷം ഇത് ഓർക്കണം. ഇന്നലെ പറഞ്ഞ പോലെ നല്ല ഷർട്ട് ഇടാൻ കൊതിച്ചിട്ടില്ലേ, നല്ല വസ്ത്രം ധരിക്കാൻ കൊതിച്ചിട്ടില്ലേ, വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? അയ്യോ 4 മണിയൊക്കെ വിട്ടു വരുമ്പോൾ വീട്ടിൽ ചിലപ്പോ ഒന്നും പക്ഷെ ഒന്ന് പ്രാണം തല്ലിയായി വരുന്നു. ഒന്നാതെ പഠിക്കാൻ മോശമാകുന്ന ടീച്ചർ അടിക്കുകയും ചെയ്യും, വെളിയിൽ ഇറക്കി നിർത്തി ഇമ്പോസിഷനും, അതിന്റെ പ്രശാസം വേറെ. പിന്നെ അന്ന് വണ്ടി സൈക്കിളൊന്നും ഇല്ല, ഊളുമാല നടന്ന് ഒരുപാട് വരിക, കുറ്റി സൈക്കിൾ പോലും ഇല്ലെന്ന്. നടന്ന് വീട്ടിൽ വരുമ്പം ഒന്നും കഴിക്കാനുമില്ല, എന്താ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നോടിരിക്കലേ ഒരു കർത്തദാസം പറഞ്ഞു, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം, ബാക്കി നാളെ വരും ആരെയും. ഓ ഇങ്ങനെയാണ് ഞങ്ങള് നാളെ. ഒരു കർത്തദാസം പറഞ്ഞു, ഞങ്ങള് 5-6 പിള്ളേരുണ്ടായിരുന്നു, അപ്പച്ചൻ ഇങ്ങനെ ശിവശേഷയിലേക്ക് പോകും. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ, പോയാൽ അങ്ങ് പോകും, എപ്പോഴാ വരുന്നൊന്നും. ഇപ്പൊ പിന്നെ വീട്ടിൽ നടക്കുമ്പോൾ വിളി വന്നേ അങ്ങോട്ട് വിളിക്കില്ലേ, എവിടെ ഞാൻ ആ വളവ് തിരുന്നതേ ഉള്ളൂ, 2 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പൊ എവിടായി, ഹൈവേയിലോട്ട് കയറി, ഇപ്പൊ എവിടായി, പാലത്തിലോട്ട് കയറി, പിന്നെ വിളിക്കും, ഇപ്പൊ എവിടായി, പാലം ഇറങ്ങിയില്ല. അപ്പൊ നമ്മൾ പാലത്തിൽ അങ്ങോട്ട് വെയിറ്റ് ചെയ്തല്ലോ, പാലം ഇറങ്ങേണ്ട സമയം കണ്ടിട്ടില്ലേ? 2 വശമുണ്ട്. അല്ല കൂടെ കൂടെ അറിയുന്നതെന്നല്ലതാ, ചിലർക്ക് വിശ്വാസവും ഇല്ല, എതിലെയാ പോകുന്നെന്ന് അവർക്കും ഇല്ല. കൊണ്ടോ കാരണം ഇത് ഏത് വഴി കൂടെ വേണേ, അതിനാണല്ലോ ന്യായാധിപന്മാര് വാക്യം, അവർ വളഞ്ഞ വഴികളിൽ കൂടി. അപ്പോ അതുകൊണ്ട് ആ കൂടെ വിളിക്കുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വണ്ടിക്കകത്ത് എന്നതാണോ ഇതിനു വേണ്ടി ഇന്നോളെ വണ്ടിയെ കയറിയേ, ഇന്നോളെ വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ, ഇന്നോളെ 3ാമത്തെ ഗിയറാണ്. എന്നെ സ്തോത്രം. അല്ല ഒരു കണക്കിന് പറയുന്നത് നല്ലതായി, എന്നാൽ ഇത് കണ്ടമാനമാകുമ്പം അത് അസ്വസ്ഥതയാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കർത്തദാസൻ വീട്ടിൽ നിന്ന് പോയി, ഒരാഴ്ചയാണ് പട്ടിണിയാണ്, അമ്മയും മക്കളും പട്ടിണിയാണ്, സുശേഷകാരാണ്. അപ്പൊ ഈ അമ്മ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അപ്പം അടുത്തൊരു വീട്ടിൽ പോയി, അത് സമുദായക്കാരാ, ചിലപ്പോൾ ചുറ്റുപാടുള്ള വീടാണ്. അവിടുത്തെ കൊച്ചമ്മ പറഞ്ഞു, സഹോദരി വന്നത് പ്രാർത്ഥിച്ചു. പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, 2-3 ദിവസമായിട്ട് പട്ടിണിയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പം ആ വീട്ടിലെ കൊച്ചമ്മ കപ്പപ്പുഴുക്ക് കൊടുത്തു, സഹോദരി കഴിച്ചേച്ച് പോകാൻ. അന്നേരം കുഞ്ഞുങ്ങളെ ഓർത്തു. ഉടനെ പറഞ്ഞു, ഇവൻ്റെ കൊച്ചമ്മ കഴിക്കാൻ നേരമില്ല, പിള്ളേർ 4 മണി വിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നാലും എടുത്ത് കൊടുക്കാൻ. അപ്പൊ ആ വീട്ടിലെ കൊച്ചമ്മ എന്നാ ഒരു കാര്യം ഇച്ചിരി പിള്ളേർക്ക് കൊടുക്കുന്നു പറഞ്ഞു. അത് കിട്ടാനായി പറഞ്ഞത് സാഹചര്യം അതാ. ഉടനെ അവര് പറഞ്ഞു, നീ എന്നൊരു വാഴയില എടുത്തോണ്ട് വരാൻ. പോയി മുടുത്ത ഒരു വാഴയില കിട്ടും. നമുക്കിപ്പോ ഇത് രസകരമായി തോന്നും, അനുഭവിച്ചവരെ ഓർക്കണം. ആ മുടുത്ത വാഴയില കൊണ്ട് കൊടുത്തപ്പം എന്നൊക്കെ പല കാര്യമാണ്. അപ്പൊ അവര് ഇച്ചിരി പുഴുക്കെടുത്ത് കൊടുത്ത് 2 തവി കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി നിന്നു. ആ വീട്ടിലെ അമ്മ ഇച്ചിരി മനസാക്ഷിയുള്ള കുറച്ചുകൂടെ കൊടുത്തു. 5-6 പിള്ളേരുണ്ടെന്ന് ഓർക്കണം.
പെട്ടെന്നത് പൊതിഞ്ഞ് വീട്ടിൽ വന്നു, പിള്ളേർ വന്നു. അപ്പൊ അതിൽ ഒരു മകൻ എന്നോട് പറഞ്ഞതാണ്, 2-3 ദിവസമായിട്ട് പട്ടിണിയല്ലേ, രാവിലെ ഉച്ചയ്ക്ക് ഒന്നുമില്ല. വീട്ടിൽ വന്നപ്പം അമ്മ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചായി വരുന്നത്. തരാൻ പറഞ്ഞു. അമ്മ പട്ടിണിയാ. പണ്ട് പിള്ളേർ വന്നപ്പം ഈ പൊതി അഴിച്ചേച്ച്, അന്നത്തെ കാലമല്ലേ, കൈ കൊണ്ട് തന്നെ കൈ നീട്ടിരിക്കുക. അപ്പൊ അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, എടുത്തു കൊടുത്തപ്പോ അമ്മയ്ക്കില്ല. അപ്പൊ പിള്ളേരോടത്ത് അമ്മ കഴിച്ചു കാണുമെന്ന് ആദരിച്ച്. ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അത് പെട്ടെന്ന് കഴിച്ചില്ല, ഇച്ചിരി ഇച്ചിരി കഴിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് കഴിച്ചാൽ തീരുകയല്ലേ, പെട്ടെന്ന് കഴിച്ചാൽ തീരുകയല്ലേ, അത് ഇച്ചിരി 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 കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും മറക്കരുത്. ഈ പെയ്ത്തോമിൽ ജനിച്ച പിള്ളേരുണ്ട്, അവർക്ക് ചിലപ്പം അതിഥികൾ വന്നു കഴിഞ്ഞാൽ സഭാകളിലാണ് കിടക്കുന്നത്, ബെഡ്റൂം ഒന്നുമില്ല. അതെ, അത് അവർ പെയ്ത്തോമിൽ പാഷന്മാരുടെ മുഖ്യ പിള്ളേർ കഴിയും. അതെ, ഹാളിൽ പായിട്ട് കിടക്കുക. ചിലപ്പം അതിഥികളായിട്ട് ദൈവദാസന്മാർ വെക്കുന്ന അവര് ആകെ ഒരു മുറിയായിരിക്കും. പണ്ട് കാലം എന്ത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് ബെഡ്റൂം അങ്ങോട്ട് പിടിക്കുന്നില്ല, ഷീറ്റ് ബോധിക്കുന്നില്ല, പില്ലോയ്ക്കൊരു പില്ലോ സോഫ്റ്റ് അല്ല. സ്തോത്രം. കൊച്ചിലെ തലയണയ്ക്ക് പോലെ എന്നാ വെച്ചേ, യാക്കോബ് വെച്ച പോലെ. ആട്ടെ, ബാക്കി നാളെ പറയാം. ആ പാട്ടിന്റെ വരി പാടി നമുക്കങ്ങ് നിർത്താം, അതായിരിക്കും നല്ലത്. ബാക്കി നാളെ. തലയിണയായി കൈമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൈമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ഇറങ്ങി വരും. പിളർന്നതാ പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നടത്തിയ വിധമൊന്നും മറക്കരുത്. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ. ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്കും എല്ലാവരുടെയും അല്ലെങ്കിലും അവരുടെയൊക്കെ പോക്കും ഇരിപ്പും കണ്ട ഇവര് ജനിച്ചപ്പോഴേ കവടിയാർ കൊട്ടാരത്തിൽ ജനിച്ചതുപോലെ. കവടിയാർ കൊട്ടാരം അറിയാമല്ലോ അച്ചായന്, തിരുവനന്തപുരത്തെ ചിത്രത്തിലൊക്കെ. ഇപ്പോഴത്തെ ആ പിള്ളേരുടെ പോക്കും രീതിയും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം വലിയപ്പൻ ചിത്രതിരുനാളിന്റെ കൊച്ചുമോനാന്ന് പറഞ്ഞ നാടൻ ഭാഷ ഒരു കൂറയില്ലായിരുന്നു നിനക്ക്. ദൈവം നിന്നെ ആദരിച്ചതാ. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി വിശുദ്ധരായി നമ്മുടെ ശിഷ്ടകാലം കർത്താവിനെ ഭജിക്കുക. ദൈവം നമുക്ക് വീണ്ടും കൃപ നൽകട്ടെ. അവിടെ നിന്ന് അനുവദിച്ചാൽ നാളെ വൈകിട്ടും 7 മണിക്ക് നമുക്ക് ഒന്നിച്ചു കൂടി ശേഷമുള്ള ഭാഗം കൂടെ കമ്പിവാചകം പോലെ ചിന്തിക്കാം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ഒരു കാര്യം പൊതുവിൽ ഓർപ്പിക്കട്ടെ, നിങ്ങൾ നാട്ടിൽ വരുന്ന സമയവും സന്ദർഭവും കിട്ടുകയാണെങ്കിൽ തിരുവല്ലയിലൊരു കൂട്ടായ്മയുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ വരുവാൻ എല്ലാവരെയും ക്ഷണിക്കുക. ഇനി പ്രത്യേകിച്ച് വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇവിടെ എടുക്കുന്നത് പോലെ അവിടെ വേണ്ട. സ്തോത്രം. നമുക്ക് വന്നാൽ മതി. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ദേവദാസനോട് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മെ കേൾപ്പിച്ചതിന്റെ തുടർമാനമായി ഇന്ന് സ്തോത്രം ചിന്തിപ്പാനിടയായി തീർന്നല്ലോ.
നമ്മെ തിരഞ്ഞെടുത്ത ദൈവം. എല്ലാവരും ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്ത ദൈവം. ഹല്ലേലൂയ. നമ്മെ മാനിച്ചു, നമ്മെ വർദ്ധിപ്പിച്ചല്ലോ. ഹല്ലേലൂയ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ വർദ്ധനവിൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മയ്ക്കായി പ്രതികൂലങ്ങളുടെ നടുവിലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രതികാലം നമ്മെ വർദ്ധിപ്പിക്കുന്നുള്ളൊരു ആഹ്വാനം, ഒരു ഉറപ്പ് വചനത്തിലൂടെ ലഭിച്ചതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദേവദാസനെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ വൈകിട്ട് കൂട്ടായ്മ അനുഗ്രഹിക്കട്ടെ. ചൊവ്വാഴ്ചയുള്ള യാത്ര, ഈ ദേശത്തുള്ള ശുശ്രൂഷകള്, കൺവിട്ടേക്ക് പോകുന്ന ദൈവസഭ കുടുംബം, അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ദേവദാസിക്കായി, ഘനമായി കൊടുത്ത പൈതലിനായി പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി നിലകൊള്ളുവാൻ അവരുടെ ആവശ്യാദികൾ മതിയായവനായി കൂടെ ഉണ്ടായിരുന്ന ദേശത്തെ വേല അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ഒരു സമർപ്പിക്കാം. കർത്താവ് ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ ഓർത്ത് ഹല്ലേലൂയ ഫലം കായ്ച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് ഈ ആഴ്ച തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കില്ലോ. അതിനൊക്കെ ദൈവത്തെ കുറിച്ച് ശ്രമിപ്പാൻ ദാസനെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ ദൈവങ്ങളിലേക്ക് നന്ദിയോട് സ്തോത്രം. തിരുവത്താഴ് ശുശ്രൂഷയിലൊക്കെ സംബന്ധിപ്പാൻ ഞങ്ങൾക്കിടയാക്കല്ലോ. ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ദൈവത്തെ എതിരേൽപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ തന്നു അങ്ങ് ഞങ്ങളെ സഹായിക്കുകയാണോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള മനപാഠവാക്യങ്ങൾ ദൈവത്തിന് അറിയിപ്പാനിടയാക്കല്ലോ. അവിടുത്തെ അവരെ ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. കുഞ്ഞുങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി വർദ്ധിച്ചു വരത്തക്കോണം ദൈവത്തിന്റെ മഹാകൃപയോട് കൂടെ ഇരുന്നവരെ പരിപാലിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ദൈവം സത്യവെച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് കർത്താവെ ദൈവത്തിൽ ഗ്രഹിപ്പാൻ ദൈവടിയാക്കിയല്ലോ. ശ്രേഷ്ഠദാസനെ ദൈവത്തിനായി ബലപ്പെടുത്തിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കുടുംബത്തെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് നന്മകനായിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. പോകുന്ന ഇടത്തെല്ലാം ദൈവത്തിന് മഹാസാന്നിധ്യം സഹായിച്ചു കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന് ഏതുമില്ലായി ദൈവത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ തേടി ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ മക്കളാക്കി തീർക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചുകൊണ്ട് ദൈവത്തേക്കായി ഒരു യോഗ്യതയുമില്ലാതെ ഞങ്ങളോട് മനസ്സറിഞ്ഞ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അവിടുത്തെ കാൽച്ചൂടി തന്നെ കാൽച്ചൂടായി യജമാനന്റെ മാർഗം ചാരി കർത്താവേ, അവിടുത്തെ ഇശാലിക്കനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങളെ നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ഈ ഒരാഴ്ച കാലം ജീവിപ്പാനുള്ള ദൈവമെന്ന് അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയായിരുന്നാലും തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണമേ. യാത്രയാകുന്നവരെ ഒക്കെ ദൈവം അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ടത്തെ ആരാധനയും ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങനെ എല്ലാ നിലയിലുമുണ്ട് ദൈവത്തിന്റെ നാമം അടിയങ്ങളിലൂടെ മഹത്വം എടുപ്പാൻ ഇടയാക്കണമേ കർത്താവേ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അപേക്ഷ കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവോട് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയേക്കാം.